ഹായ്, പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി ഇറക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. ഒരു പ്രാന്തൻ യാത്ര എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ, നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂർ യാത്ര അത്രേ ഉള്ളൂ. ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഈ ബോർഡിങ്ങിന് ടൈമായി തുടങ്ങുന്നു. അപ്പോൾ കുറച്ചൊരു ഫുഡ് കഴിച്ചിട്ട് പോവാം. വെറുതെ ഇതിനുള്ള കൂടെ നടക്കാൻ ഡ്യൂട്ടി ഫ്രീ ഒന്നുമല്ല, ഡ്യൂട്ടി ഉള്ള സാധനം തന്നെയാണ് ഇവിടെ. ഫ്രഷ് പപ്പീസ്, ഇതിനെന്താ പറയുക, ഫ്ലഫീസ്, അത് ചുമ്മാ അങ്ങനെ നടക്കുന്നു. ഈ എയർപോർട്ട് കൂടെ ഇങ്ങനെ വെറുതെ നടക്കുന്നത് രസമുള്ള പരിപാടിയല്ലേ. നല്ല സ്കീമുണ്ട്. അങ്ങനെ എന്തോ ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നേരെ ബോർഡിംഗ് ഗേറ്റിനകത്തേ പോവാണ്. ബോർഡിംഗ് ഗേറ്റ് എത്രയായിരുന്നു? 23. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ടെർമിനൽ 1 നമ്മളിതിനു മുമ്പ് വേറൊരു ഭ്രാന്തിന് വേണ്ടി ടെർമിനൽ 2 പോയിട്ട് ചായ കുടിച്ചിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. അതിൻ്റെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലുണ്ടാവും. അപ്പോൾ ഇത്തവണ ഉള്ളത് T1 ബാംഗ്ലൂർ എയർപോർട്ടിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ടെർമിനലാണുള്ളത്, T1 T2. T1 മാത്രമായിരുന്നു വർഷം ആദ്യം ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും എല്ലാം ഇവിടുന്ന് ഡിപ്പാർച്ചർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ T1 ഡൊമസ്റ്റിക് മാത്രമാണുള്ളത്. എന്തൊക്കെയായാലും നമ്മൾ നമ്മുടെ ബോർഡിംഗ് ഗേറ്റും നോക്കി 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 പോവുകയാണ്. ഇവിടുന്ന് താഴേക്ക് പോകണമെന്നാണ് തോന്നുന്നത്. യെസ്, ബോർഡിംഗ് ഗേറ്റ് 19 to 27. ഇവിടെ നമുക്ക് ഫോൺ കളിക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ. ഇതാണ് എനിക്കുള്ള ബോർഡിംഗ് ഗേറ്റ്. നമ്മൾ ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴേ കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ബസ് യാത്രയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർലൈൻ കമ്പനികൾ കോസ്റ്റ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ എയറോ ബ്രിഡ്ജ് അധികം യൂസ് ചെയ്യാത്തതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവർ നമുക്ക് നല്ല ഒരു എന്താ പറയുക, എയർപോർട്ടിൻ്റെ ടൂറല്ലേ തരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് നമ്മളൊരു എയറോ ബ്രിഡ്ജിനകത്തോടെ കയറി പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റുമോ? എത്രയൊക്കെ ഫ്ലൈറ്റാണുള്ളത്, എന്തൊക്കെ എക്യുപ്മെൻറ്റ്സാണ് ഉള്ളത്, ഇതിനകത്ത് എന്തൊക്കെ ഓപ്പറേഷൻസാണ് നടക്കുന്നത്, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു ഫ്രീ ടൂറ് നമുക്ക് തരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിപ്പോൾ ടെർമിനൽ 1 പുറപ്പെട്ടിട്ട് ഇതുകൊണ്ട് പോയോണ്ടിരിക്കുന്നത് ടെർമിനൽ 2 ഇൻ്റർനാഷണൽ ഡിപ്പാച്ചേഴ്സും അറൈവൽസൊക്കെ വരുന്ന സ്ഥലമാണിത്. ഇതുകൊണ്ടോ ഒരു വിർജിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇതുകൊണ്ട് കിടക്കുന്നു. 737 ആണെന്നാണ് തോന്നുന്നത്, ബോയിങ്ങിൻ്റെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെടുത്ത് വളഞ്ഞ് കയറി ഇതാ ഈ കാണുന്ന ഫ്ലൈറ്റിനകത്താണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. ഉള്ളിൽ കയറി കഴിയുമ്പോഴാണ് ഒന്നും തന്നെ കാണാനില്ല. കാരണം ഗ്ലാസ് മുഴുവൻ റോസ്റ്റായിട്ട് നോക്കിയത്. അങ്ങനെ റൺവേനകത്തേക്ക് കയറി ഇതാ ടേക്ക് ഓഫിന് വേണ്ടി കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹിയർ കംസ് ദ ബ്യൂട്ടി. ആ ഉണ്ടായിരുന്ന ഫ്രോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ആ സ്പീഡോട് മൊത്തത്തിൽ വെള്ളത്തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴുകി പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എയർപോർട്ടിൻ്റെ ചെറിയൊരു വ്യൂ ഒക്കെ കാണാം കേട്ടോ.
അങ്ങനെ ജസ്റ്റ് ഒരു 40 മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എയർപോർട്ട് ഏതാണെന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം. എവിടെ നോക്കിയാലും ആൾക്കാരില്ല. ഇങ്ങനെ കാലിയായി കിടക്കുന്നൊരു എയർപോർട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ അതായിട്ടാണ് കേട്ടോ ഒരു ഡൊമസ്റ്റിക്കിലാണെങ്കിൽ പോലും ഇങ്ങനെയും കാര്യമായിട്ടുള്ളൊരു എയർപോർട്ട് കാണുന്നത്. ഇൻ്റർനാഷണൽ സെക്ടറിനകത്ത് ഉള്ള ആ ടെർമിനലിലെല്ലാം എപ്പോഴും നല്ല തിരക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഡൊമസ്റ്റിക്കിൽ ഇതിനു മുമ്പ് ഡൽഹി പോയ സമയത്താണെങ്കിൽ പോലും ഇത്രയും കാര്യമായിട്ടുള്ള എയർപോർട്ട് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എയർപോർട്ട് ഞാൻ കാണുന്നത്. എന്തൊക്കെയായാലും നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഹൈദരാബാദിലാണ്, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇതിൻ്റെ ഡൊമസ്റ്റിക് ഏരിയ ആണ് കേട്ടോ. ഇത് പഴയ ഇൻ്റർനാഷണൽ തന്നെ ആയിരുന്നു. എയർപോർട്ടിൽ നിന്ന് ടൗണിനകത്തേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. ലക്ഡി കപ്പൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോയി ഇറങ്ങേണ്ടത്. പടച്ചോണ്ടേ ഞാൻ അവിടെ ഇറങ്ങുമെന്ന് നോക്കുന്നു. സ്ഥലപ്പേര് കൊള്ളാം അല്ലേ, ലക്ഡി കപ്പൽ. ഹൈദരാബാദ് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ടൗണിലേക്ക് പോവുകയാണ് കേട്ടോ. ഹൈദരാബാദ് ടൗണിലെത്തണമല്ലോ. അതുപോലെ ലക്ഡി കപ്പൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബസ്സുകൾ ടൗണിലേക്ക് അവൈലബിൾ ആണ്. 300 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്ത്. എല്ലാം തന്നെ ഇലക്ട്രിക് ബസ്സുകളാണ്, ഏറ്റവും പുതിയതായിട്ടുള്ള ബസ്സുകൾ തന്നെയാണ്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഹൈദരാബാദിൻ്റെ ഈ ഒരു ഔട്ടർ സൈഡിനകത്തുള്ള ഈ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഹൈദരാബാദിൽ വന്നത് അല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ബിരിയാണി കഴിക്കണം, അതിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ ലക്ഡി കപ്പലിൽ ഇറങ്ങിയിട്ട് അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോയോണ്ടിരിക്കണം. ഇവിടെ ടൗണൊക്കെ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. 8:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ നല്ല തിരക്കായി തുടങ്ങി ടൗണൊക്കെ. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് എനിക്കത് ഇഷ്ടപ്പെട്ടു, ലക്ഡി കപ്പൽ. എന്താണാവോ അതിൻ്റെ പിന്നിലുള്ളൊരു സംഭവം? ആരോടും ചോദിച്ചോക്കാം. അങ്ങനെ കേരള നിയമസഭ പോലെ തന്നെയുള്ള തെലങ്കാന ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ അടുത്ത് നിന്നു ക്യാമറാമാൻ വൈശാഖിനൊപ്പം തന്നെ നടത്തം തുടരുകയാണ്. നേരെ റൂമിൽ പോകണം, ഒന്ന് ഫ്രഷ് ആവണം, പുറത്തേക്ക് ഇറങ്ങണം, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അതാണ് പ്ലാൻ. ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാലും ആ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, താങ്ക് യു. I love you, stranger. You're such a beautiful soul. Thanks for this wonderful feeling.